ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓവർലോഡിങ് അല്ലെങ്കിൽ പോളിമോർഫിസം പിന്നെ ഓവർ റൈഡിങ് പോലുള്ള കൺസെപ്റ്റ്സും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. നോക്കാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. Inheritance is an object-oriented mechanism by which the features of one class is transferred to another class. ഒരു ക്ലാസ്സിലെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഓൾറെഡി ഉള്ള മെത്തേഡ്സും മെമ്പേഴ്സും അല്ലെങ്കിൽ മെത്തേഡ്സും വേരിയബിൾസും വേറൊരു ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെക്കാനിസമാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് അലോസ് റീയൂസബിലിറ്റി ഓഫ് കോഡ്. അപ്പോൾ ഓൾറെഡി ഉള്ള കോഡിനെ നമ്മൾ വേറൊരു ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പം അത്രയും കോഡ് നമ്മൾ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കോഡാണെങ്കിൽ അതിനെ ഇൻഹെറിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ റീയൂസബിലിറ്റി ഓഫ് കോഡ് ഇൻഹെറിറ്റൻസ് വഴി പോസിബിൾ ആണ്. എ ക്ലാസ് ദാറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഈസ് കോൾഡ് എസ് എ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് ഓർ പാരന്റ് ക്ലാസ്. ദ ക്ലാസ് ദാറ്റ് ഡസ് ദ ഇൻഹെറിറ്റിംഗ് ഈസ് കോൾഡ് എസ് എ സബ് ക്ലാസ്, ഡെറൈവ്ഡ് ക്ലാസ്, എക്സ്റ്റെൻഡഡ് ക്ലാസ്, ചൈൽഡ് ക്ലാസ്. ഇതെല്ലാം സെയിം ആണ്. നമുക്ക് ഷോർട്ടായിട്ട് പറയാം. സബ് ക്ലാസ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം സൂപ്പർ ക്ലാസ് ആൻഡ് സബ് ക്ലാസ് ഗെറ്റ്സ് ഓൾ മെമ്പേഴ്സ് ഇൻസൈഡ് ഇറ്റ് സൂപ്പർ ക്ലാസ് ആൻഡ് ആഡ്സ് ഇറ്റ്സ് ഓൺ മെമ്പേഴ്സ്. ഇപ്പം എന്തൊക്കെ മെമ്പേഴ്സ് സൂപ്പർ ക്ലാസ്സിൽ പ്രസൻ്റ് ആണോ അതെല്ലാം നമുക്ക് സബ് ക്ലാസ്സിലേക്ക് കിട്ടും. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. സൂപ്പർ ക്ലാസ്സിലുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ് നമുക്ക് സബ് ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റെൻസ് കീവേഡ് ഈസ് യൂസ് ടു ഇൻഹെറിറ്റ് എ ക്ലാസ്. എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡാണ് നമ്മൾ ഇൻഹെറിറ്റൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഫോർമാറ്റിലാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എഴുതുന്നത്. ഇപ്പോൾ ക്ലാസ് ഇതൊരു ക്ലാസ് ഡെഫിനേഷനാണ്. ഡിറൈവ്ഡ് ക്ലാസ് എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. ഡിറൈവ്ഡ് ക്ലാസ്, അതിനുശേഷം എക്സ്റ്റൻസ് ഉള്ള കീവേഡ് കൊടുത്തതിന് ശേഷം ബേസ് ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുന്നു. അതിനുശേഷം ക്ലാസ്സിൻ്റെ ഡെഫിനേഷൻ, നോർമൽ മെത്തേഡ്സും ഫീൽഡ്സൊക്കെ നമ്മൾ എഴുതുന്നു. നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ ഞാൻ പറയാം. ഈ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എക്സ്റ്റൻസ് ഉള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഇൻഹെറിറ്റൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇൻ ജാവ എ ക്ലാസ് ക്യാൻ ഹാവ് ഓൺലി വൺ സൂപ്പർ ക്ലാസ്. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ഇൻഹെറിറ്റൻസ് പറയുന്നത്. ഇപ്പോൾ C++ൽ ഇനിയൊന്നും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പോസിബിൾ ആണ്. ഒരു ക്ലാസ്സിന് ഒന്നിൽ കൂടുതൽ ക്ലാസ്സസിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ജാവയിൽ ഒരു ക്ലാസ്സിന് അറ്റ്മോസ്റ്റ് ഒരു ക്ലാസ്സിന് മാത്രമേ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് പോസിബിൾ ആണ്. ഇൻഹെറിറ്റൻസ് കുറേ ടൈപ്പ് ഉണ്ട്. ഒന്നാമത് സിംഗിൾ ഇൻഹെറിറ്റൻസ്. എനെ ബി ഇൻഹെറിറ്റ് ചെയ്യുന്നു. എയിൽ നിന്നും ബിയിലേക്ക് ഇൻഹെറിറ്റൻസ് ആവും. എ ആണ് സൂപ്പർ ക്ലാസ്, ബി ആണ് സബ് ക്ലാസ്. ഇനി മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് പോസിബിൾ ആണ്. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും. ഇപ്പോൾ സിയിൽ ബീൻ്റെ കോഡും കാണും, എയിൻ്റെ കോഡും കാണും. അതിൻ്റെ കൂടെ സിന് സ്വന്തമായിട്ടുള്ള കോഡും എക്സ്ട്രാ കാണും. അപ്പോൾ എയിലായിരിക്കും ഏറ്റവും കുറവ് കോഡ് ഉണ്ടാവുക, സിയിലായിരിക്കും ഏറ്റവും കൂടുതൽ മെത്തേഡ്സും വേരിയബിൾസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇനി ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഒന്നിലധികം ക്ലാസ്സുകളുടെ ബേസ് ക്ലാസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ബിൻ്റെയും സിൻ്റെയും ഡിൻ്റെയും എല്ലാം സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് എ തന്നെയാണ്. അപ്പോൾ ഇതും ജാവയിൽ പോസിബിൾ ആണ്. ജാവയിൽ പോസിബിൾ അല്ലാത്തത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പറഞ്ഞ കൺസെപ്റ്റാണ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആകുമ്പോൾ ബിക്ക് 2 പാരൻറ്റ് അല്ലെങ്കിൽ സിക്ക് 2 പാരൻറ്റ്, അത് പോസിബിൾ അല്ല. ഡയറക്റ്റ്ലി പോസിബിൾ അല്ല. നമ്മൾ ഇൻ്റർഫേസസ് എന്നുള്ള കൺസെപ്റ്റ് വഴിയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമുക്കിനി അടുത്ത സെഷനിൽ അത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് പോസിബിൾ ഇൻ ജാവ. What can be done in a subclass? Object of a subclass can be assigned to a variable of its superclass. However, no members in the subclass can be used with this variable. അതായത് നമ്മളൊരു സൂപ്പർ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തൊരു സബ് ക്ലാസ് ഉണ്ടാക്കി. ഇനി നമ്മൾ ആ സൂപ്പർ ക്ലാസ്സിൻ്റെ ഒരു വേരിയബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വേരിയബിളിലേക്ക് ഈ സബ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എ എക്സ്റ്റെൻഡ് ചെയ്ത് ബി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ വേരിയബിൾ ഉണ്ടാക്കിയാൽ ബീൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് എയിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആകുമ്പോൾ ക്ലിയർ ആവും. ഒന്നിത്. രണ്ടാമത്തെ, സബ് ക്ലാസ് ക്യാൻ യൂസ് ദ വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ് ഇൻ ഇറ്റ് സൂപ്പർ ക്ലാസ് വിത്തൗട്ട് എനി ചേഞ്ചസ്. ഇപ്പം ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സിൽ പുതുതായിട്ടൊന്നും വേണമെന്ന് തന്നെയില്ല. നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സിൽ അതിൻ്റെ സൂപ്പർ ക്ലാസ്സിലുള്ള എല്ലാ മെത്തേഡ്സും വേരിയബിൾസും ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. സബ് ക്ലാസ് ക്യാൻ ആഡ് ഇറ്റ്സ് ഓൺ വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ്. ഇനി അതിന് സ്വന്തമായിട്ട് എന്തെങ്കിലും മെത്തേഡ്സും വേരിയബിൾസും ആവശ്യമാണെങ്കിൽ അത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി സബ് ക്ലാസ് ക്യാൻ റീഡിഫൈൻ ദ മെത്തേഡ്സ് പ്രസൻറ്റ് ഇൻ സൂപ്പർ ക്ലാസ്. ദിസ് ഈസ് കോൾഡ് എസ് മെത്തേഡ് ഓവർറൈഡ്. ഇപ്പോൾ സൂപ്പർ ക്ലാസ്സിൽ ഒരു മെത്തേഡ് അവൈലബിൾ ആണ്. ആ മെത്തേഡിന് അതേ നെയിം യൂസ് ചെയ്ത്, നമ്മൾ ടെക്നിക്കൽ ടൈം സിഗ്നേച്ചർ എന്നാണ് പറയാം, ആ മെത്തേഡിൻ്റെ സിഗ്നേച്ചർ, അതായത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ്, മറ്റേ മെത്തേഡിൻ്റെ പേര്, മെത്തേഡിൻ്റെ പാരാമീറ്റേഴ്സിൽ സിസ്റ്റം വരുന്നതിനാണ് നമ്മൾ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മെത്തേഡിൻ്റെ സിഗ്നേച്ചർ, സൂപ്പർ ക്ലാസ്സിലുള്ള ഒരു മെത്തേഡിൻ്റെ അതേ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട്
സബ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെത്തേഡ് ഓവർറൈഡിങ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി ഉള്ള ഫംഗ്ഷൻ്റെ ഫംഗ്ഷനാലിറ്റി നമ്മൾ ഓവർറൈഡ് ചെയ്യാണ്, അതിന് പുതിയൊരു ഫംഗ്ഷനാലിറ്റി കൊടുക്കുകയാണ്. അതിനാണ് ഓവർറൈഡിങ് എന്ന് പറയുന്നത്. ഓവർറൈഡിങ്ങും പോളിമോർഫിസവും രണ്ടാണ്. ആക്ച്വലി മെത്തേഡ് ഓവർറൈഡിങ് എന്ന് പറഞ്ഞാൽ റൺ ടൈം പോളിമോർഫിസം ആണ്. ഓവർറൈഡിങ് എന്ന് പറഞ്ഞാൽ സെയിം മെത്തേഡ് സിഗ്നേച്ചറാണ് നമ്മൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. പാരൻറ്റ് ക്ലാസ്സിൽ ഒരു കാര്യത്തിനും സബ് ക്ലാസ്സിൽ വേറൊരു കാര്യത്തിനും. ഓവർലോഡിങ്ങിൽ കോമൺലി വരുന്നത് മെത്തേഡിൻ്റെ നെയിം മാത്രമായിരിക്കും സെയിം ഉണ്ടാവുക. ചിലപ്പോൾ റിട്ടേൺ ടൈപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിൻ്റെ ലിസ്റ്റോ പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പോ ഡിഫറെൻ്റ് ആയിരിക്കും ഓവർലോഡിങ് ആണെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്ത് തന്നെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഓവർറൈഡിങ്ങിൽ സെയിം സിഗ്നേച്ചറാണ് യൂസ് ചെയ്യുന്നത്, ഓവർലോഡിങ്ങിൽ ഡിഫറെൻറ്റ് സിഗ്നേച്ചറാണ് യൂസ് ചെയ്യുന്നത്. Subclass can hide the methods in its superclass by defining a method with the same signature but making it static inside the subclass. ഇതൊന്നുമില്ല, ഇത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള കാര്യമല്ല. ഇപ്പോൾ നമുക്ക് പാരൻറ്റ് ക്ലാസ്സിലൊരു മെത്തേഡ് ഉണ്ട്, സെയിം മെത്തേഡ് നമ്മൾ ഓവർറൈഡ് ചെയ്ത് ചൈൽഡ് ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. ഇനി പാരൻറ്റ് ക്ലാസ്സിൻ്റെ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ചൈൽഡ് ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. അതായത് സ്റ്റാറ്റിക് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ പാരൻറ്റ് ക്ലാസ്സിലെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചൈൽഡ് ക്ലാസ്സിലെ ഡെഫിനേഷൻ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എക്സാമ്പിൾ കാണിക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് ഇത്രേ ഉള്ളൂ. പാരൻറ്റ് ക്ലാസ്സിലൊരു മെത്തേഡ് ഉണ്ട്, ചൈൽഡ് ക്ലാസ്സിലെ സെയിം മെത്തേഡ് ഉണ്ട്. ഇത് രണ്ടും സ്റ്റാറ്റിക് ആണെങ്കിൽ, പാരൻറ്റ് ക്ലാസ്സിലെയും ചൈൽഡ് ക്ലാസ്സിലെയും മെത്തേഡ്സ് സ്റ്റാറ്റിക് ആണെങ്കിൽ പാരൻറ്റ് ക്ലാസ്സിൻ്റെ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചൈൽഡ് ക്ലാസ്സിലെ മെത്തേഡ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. നോർമലി ഇത് പോസിബിൾ അല്ല. പാരൻറ്റ് ക്ലാസ്സിലെ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ചൈൽഡ് ക്ലാസ്സിലെ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ പറ്റുമെങ്കിലും ചൈൽഡ് ക്ലാസ്സിലെ മാത്രമുള്ള ഒബ്ജക്ട്സിനെയോ വേരിയബിൾസിനെയോ മെത്തേഡ്സിനെയോ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈഡിങ്, ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഹൈഡിങ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, എന്ത് ഇട്ടുന്നുള്ളൂ, പോയിൻ്റായിട്ട് ഇട്ടുന്നുള്ളൂ. ഇപ്പോൾ കൺസ്ട്രക്ടർ ഓഫ് എ സബ് ക്ലാസ് ക്യാൻ ഇൻവോക്ക് ദ കൺസ്ട്രക്ടർ ഓഫ് ഇറ്റ്സ് പാരൻറ്റ് ക്ലാസ് യൂസിങ് സൂപ്പർ. ഇപ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് കോൾ ചെയ്യുന്നതിൻ്റെ മെത്തേഡാണ്. അപ്പം നമ്മളൊരു സബ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ എഴുതുമ്പം ആ കൺസ്ട്രക്ടറിൽ നിന്നും അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിലെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ എന്ന് പറയുന്നൊരു മെത്തേഡ് യൂസ് ചെയ്യാം. സൂപ്പർ എന്ന് പറയുന്ന മെത്തേഡ് ഈ ചൈൽഡ് ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതും ഞാൻ എക്സാമ്പിൾ പറയുമ്പം കാണിച്ചു തരാം. If used, super must be the first statement inside a constructor of a subclass. നമ്മൾ സൂപ്പർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള കൺസ്ട്രക്ടറിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈ സൂപ്പർ ആയിരിക്കണം. The members of a parent class can be accessed using super.member. ഇനി പാരൻറ്റ് ക്ലാസ്സിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിനെ റെഫർ ചെയ്യണമെങ്കിൽ നമുക്ക് super.member, എ എന്ന് പറഞ്ഞ വേരിയബിൾ പാരൻറ്റ് ക്ലാസ്സിലുണ്ടെങ്കിൽ super.a, ബി ഉണ്ടെങ്കിൽ super.b എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അപ്പം ദിസ് എന്ന് പറയുന്നത് കറണ്ട് ക്ലാസ്സിനെയും സൂപ്പർ എന്ന് പറയുന്നത് അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി പ്രൈവറ്റ് മെമ്പേഴ്സ് ഓഫ് എ സൂപ്പർ ക്ലാസ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ എ സബ് ക്ലാസ്. ഇപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സൂപ്പർ ക്ലാസ്സിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് സബ് ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സൂപ്പർ ക്ലാസ്സിൽ പ്രൈവറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന, പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ കൊടുത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനെ ഒന്നും തന്നെ നമുക്ക് സബ് ക്ലാസ്സിൽ അവൈലബിൾ അല്ല. പ്രൈവറ്റ് മെമ്പേഴ്സ് എപ്പോഴും ആ ക്ലാസ്സിനുള്ളിൽ മാത്രമാണ് അതിൻ്റെ അവൈലബിലിറ്റി ഉള്ളത്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നൊരു കൺസെപ്റ്റ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആൻഡ് ക്ലാസ്സസ്. So we can specify a method as required to be overridden by a subclass by making it an abstract method. നമ്മളൊരു ക്ലാസ് എഴുതുമ്പോൾ ഈ ക്ലാസ് ആരെങ്കിലുമൊക്കെ ഇൻഹെറിറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ക്ലാസ് എഴുതുന്നത് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെ എഴുതുമ്പം നമ്മുടെ ഈ ക്ലാസ്സിലുള്ള ഒരു മെത്തേഡ് ഇതിനിപ്പോൾ കറൻ്റ്ലി ഇതിനൊരു യൂസും ഇല്ല, അത് ഇൻഹെറിറ്റ് ചെയ്തതിന് ശേഷമാണ് അതിന് യൂസ് വരുന്നത് എന്നാണ് ഉള്ളതെങ്കിൽ നമുക്ക് പറയാം ഈ മെത്തേഡ് നിർബന്ധമായും ഇതിൻ്റെ സബ് ക്ലാസ് റീഡിഫൈൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഓവർറൈഡ് ചെയ്തിരിക്കണം, അങ്ങനെ പറയാൻ പറ്റും. ഒരു ഉദാഹരണം പറയാൻ, നമ്മൾ ഷേപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതി. അപ്പോൾ ഷേപ്പിൻ്റെ ഉള്ളിൽ ഏരിയ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഷേപ്പ് ഏതാണെന്നറിയാതെ നമുക്ക് ഏരിയ എഴുതാൻ പറ്റില്ലല്ലോ. പക്ഷേ ഏരിയ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടാവും വേണം. അപ്പോൾ നമ്മൾ പറയും ഏരിയ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ടാവണം, പക്ഷേ അതിൻ്റെ ഡെഫിനേഷൻ ഞാനിപ്പോൾ പറയുന്നില്ല. ആ ഡെഫിനേഷൻ നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്തതിന് ശേഷം ഏത് ഷേപ്പിനെ കറസ്പോണ്ടിങ് ആയിട്ട്, ഓരോ ഷേപ്പിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കോഡ് എഴുതണം.
ഇപ്പോൾ റെക്റ്റാങ്കിൾ ഇൻഹെറിറ്റ് ഷേപ്പ് ആണെങ്കിൽ അപ്പം റെക്റ്റാങ്കിളിനുള്ളിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള കോഡ് നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. സർക്കിൾ ആണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള കോഡ് നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കൺസെപ്റ്റാണ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആർ ഡിഫൈൻഡ് ബൈ ആഡിങ് ദി അബ്സ്ട്രാക്ട് കീവേഡ് ടു ദ ബിഗിനിങ് ഓഫ് ദി മെത്തേഡ് ഡെഫിനേഷൻ. അപ്പോൾ മെത്തേഡിൻ്റെ ഡെഫിനേഷന് തൊട്ട് മുൻപേ നമ്മൾ അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡും കൂടെ എഴുതും. എങ്ങനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് ഡിഫൈൻ ചെയ്യുക? ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ അബ്സ്ട്രാക്ട് വോയിഡ് ഏരിയ, അബ്സ്ട്രാക്ട് എന്ന് കൂടെ മുന്നേ ചേർക്കും. അതിനുശേഷം സെമിക്കോളൻ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. അതായത് ഇതിൻ്റെ ഈ സിഗ്നേച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനാണ് നമ്മൾ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഈ സിഗ്നേച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ ബോഡി നമ്മൾ ഡിഫൈൻ ചെയ്യില്ല. അബ്സ്ട്രാക്ട് മെത്തേഡ് ഡെഫിനേഷൻസ് വിൽ നോട്ട് ഹാവ് എ ബോഡി. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി സബ് ക്ലാസ് ടു ഡിഫൈൻ ദ ബോഡി. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അത് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ് അതിൻ്റെ ബോഡി ഡിഫൈൻ ചെയ്തിരിക്കണം. If a class contain an abstract method, then the class also need to be defined as abstract. ഇപ്പോൾ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡെങ്കിലും ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ആ ക്ലാസ്സിനെയും നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ സിംപ്ലി യൂസ് ദ അബ്സ്ട്രാക്ട് കീവേഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലാസ് കീവേഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ക്ലാസ് ഡിക്ലറേഷൻ. അപ്പോൾ നമ്മൾ ക്ലാസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ക്ലാസ് എന്നുള്ളതിന് മുൻപേ അബ്സ്ട്രാക്റ്റിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി an abstract class cannot be used to create object. ഇപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ല. അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ മെത്തേഡ്സിൻ്റെ ഡെഫിനേഷൻസ് ഇല്ല, മെത്തേഡ്സിൻ്റെ സിഗ്നേച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മെത്തേഡിൻ്റെ സിഗ്നേച്ചർ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് വെച്ചൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് യൂസ് ചെയ്തുകൊണ്ട് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കൺസ്ട്രക്ടേഴ്സ് ആൻഡ് സ്റ്റാറ്റിക് മെത്തേഡ്സ് കനോട്ട് ബി മെയ്ഡ് അബ്സ്ട്രാക്റ്റ്. ഒരു ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറെയോ സ്റ്റാറ്റിക് മെത്തേഡ്സിനെയോ നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇൻഹെറിറ്റൻസിൽ വരുന്നത്. പ്രിവെൻറ്റിങ് ഇൻഹെറിറ്റൻസ് ആൻഡ് ഓവർ റൈഡിങ്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എഴുതുമ്പോൾ ഇത് ഇൻഹെറിറ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെത്തേഡ് എഴുതിയിട്ട് ആ മെത്തേഡ് ഓവർ റൈഡ് ചെയ്യാൻ പാടില്ല, ഈ മെത്തേഡാണ് ഇതിൻ്റെ ആക്ച്വൽ ഡെഫിനേഷൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെക്കാനിസമാണ് ഫൈനൽ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ഫൈനൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോൺസ്റ്റൻസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നമ്മൾ വി ക്യാൻ പ്രിവെൻറ്റ് ഓവർ റൈഡിങ് ഓഫ് എ മെത്തേഡ് ബൈ മേക്കിംഗ് ഇറ്റ് ഫൈനൽ. ഫൈനലാക്കുന്നതിന് ആഡ് ദ കീവേഡ് ഫൈനൽ ടു ദ ബിഗിനിങ് ഓഫ് ദി മെത്തേഡ് ഡിക്ലറേഷൻ. മെത്തേഡ് ഡിക്ലറേഷൻ തൊട്ട് മുൻപ് ഫൈനൽ എന്നും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഫൈനൽ സ്റ്റാറ്റിക് വോയിഡ് ഏരിയ അങ്ങനെയൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. It is like saying that this is the final version of the method and no more modifications to this is not allowed. അതായത് ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഫൈനൽ വേർഷൻ എന്ന് ഡിനോട്ട് ചെയ്യാനാണ്. ഇനി ഇതിന് മുകളിൽ മോഡിഫിക്കേഷൻ ഓവർ റൈഡിങ് ഒന്നും അലൗഡ് അല്ല. ടു പ്രിവെൻറ്റ് ഇൻഹെറിറ്റിംഗ് എ ക്ലാസ് വി ക്യാൻ മേക്ക് ദ ക്ലാസ് ഫൈനൽ. ഒരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ അലോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിനെ ഫൈനലാക്കാം. ആഡ് ദ കീവേഡ് ഫൈനൽ ടു ദ ബിഗിനിങ് ഓഫ് ദി ക്ലാസ് ഡെഫിനേഷൻ. ഇപ്പോൾ ക്ലാസ്സിന് മുൻപേ ഫൈനൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ് നമുക്ക് പിന്നെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ് ഒബ്ജക്റ്റ് ക്ലാസ്. ഓ ക്യാപിറ്റലാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ക്ലാസ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട സ്ട്രിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്ലാസ്സാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ക്ലാസ്. ഇതൊരു സ്പെഷ്യൽ ക്ലാസ്സാണ്. ഒബ്ജക്റ്റ് ഈസ് എ സ്പെഷ്യൽ ക്ലാസ് ഫ്രം വിച്ച് എവറി ക്ലാസ് ഇൻ ജാവ ഈസ് ഡിറൈവ്ഡ്. ഒബ്ജക്റ്റ് ഈസ് ദി ഗ്രാൻഡ് പാരൻറ്റ് ഓഫ് എവറി ക്ലാസ് വി സീ ഓർ റൈറ്റ് ഇൻ ജാവ. നമ്മൾ ജാവയിൽ കാണുന്ന ഏതൊരു ക്ലാസ് എടുത്താലും, അല്ലെങ്കിൽ നമ്മൾ ജാവയിൽ പുതുതായിട്ട് എഴുതാൻ പോകുന്ന ഏത് ക്ലാസ് എടുത്താലും അതിൻ്റെ എല്ലാം ഒളിച്ചിരിക്കുന്ന ഒരു ഗ്രാൻഡ് ഫാദറാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ക്ലാസ്. ഒബ്ജക്റ്റ് പ്രൊവൈഡ് സം യൂസ്ഫുൾ മെത്തേഡ്സ് സച്ച് എസ് ഈക്വൽസ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. വിച്ച് ക്യാൻ ബി യൂസ് ടു കമ്പയർ വൺ ഒബ്ജക്റ്റ് വിത്ത് അനദർ. ക്ലോൺ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ക്രിയേറ്റ്സ് എ കോപ്പി ഓഫ് ദി ഒബ്ജക്റ്റ്. ഈക്വൽസിനൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഞാനിതിൻ്റെ റഫായിട്ടുള്ള സിഗ്നേച്ചർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈ ടു സ്ട്രിങ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ടു ഗെറ്റ് എ ടെക്സ്ച്വൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഇതൊക്കെ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ ഉണ്ട്. ഈക്വൽസും ടു സ്ട്രിങ്ങും ഒക്കെ നമുക്ക് ഓവർ റൈഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കമ്പയർ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് നമുക്ക് കമ്പയർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഒബ്ജക്ട്സ് ആയത് കാരണം. അപ്പോൾ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, കമ്പാരിസന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈക്വൽസ്. അപ്പോൾ എസ് ഡോട്ട് ഈക്വൽസ് S2, S1 ഡോട്ട് ഈക്വൽസ് S2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ S1ഉം S2ഉം ഈക്വൽ ആണോ അല്ലയോ എന്ന് പറഞ്ഞു തരും. അതായത് ടു സ്ട്രിങ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. അത് എന്ത് ഒബ്ജക്റ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് മോഡിഫൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പാകത്തിനാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഹെറിറ്റൻസിൻ്റെ തിയറി ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ സെക്ഷനിൽ കണ്ട കാര്യങ്ങളെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ബേസിക്കായിട്ടൊരു ഐഡിയ തന്നു എന്ന് മാത്രം. ഇൻഹെറിറ്റൻസ് ഇന്നതൊക്കെയാണ്,
ഇന്ന കാര്യങ്ങളൊക്കെ പോസിബിളാണ് കാര്യങ്ങളാണ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഈ സെഷനിൽ ഉദ്ദേശിച്ചത്. പിന്നെ അടുത്ത സെഷനിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അടുത്ത സെഷൻ കൂടി ആകുമ്പോഴേ ഈ സെഷൻ ഇത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതിൽ വരുന്നത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഡെമോൺസ്ട്രേഷനാണ്. ഓക്കെ, താങ്ക് യു.